നിരവധി ഹൈന്ദവ ക്ഷേത്രങ്ങൾക്ക് പേരുകേട്ട കേരളത്തിലെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ക്ഷേത്രങ്ങളും പ്രതിഷ്ഠകളും അറിയാം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും സമ്പന്നമായ വൈഷ്ണവ ആരാധനാലയം. അനന്തശയനത്തിൽ പള്ളി കൊള്ളുന്ന മഹാവിഷ്ണുവാണ് പ്രധാന പ്രതിഷ്ഠ. ശബരിമല ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം പത്തനംതിട്ട ജില്ലയിൽ പെരിയാർ കടുവ സംരക്ഷിത പ്രദേശത്തുള്ള വനമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം അയ്യപ്പന്റെ പ്രധാന ആരാധനാലയം. ഗുരുവായൂർ ദക്ഷിണേന്ത്യയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്ന്. മഹാവിഷ്ണു ഗുരുവായൂരപ്പനായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഇവിടെ വിഷ്ണുവിന്റെ പൂർണ്ണാവതാരമായ ശ്രീകൃഷ്ണനാണ് പ്രധാന പ്രതിഷ്ഠ. കാടാമ്പുഴ ദേവീക്ഷേത്രം മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ക്ഷേത്രം. കിരാതരൂപിണിയായ പാർവതിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈ ക്ഷേത്രത്തിൽ വിഗ്രഹങ്ങളില്ല. ലോകനാർക്കാവ് ക്ഷേത്രം വടകര വടക്കൻപാട്ടിൽ പ്രതിപാദിക്കുന്ന ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ വടകരയിൽ നിന്ന് 5 കിലോമീറ്റർ അകലെയായി മേമുണ്ടയിലാണ്. മണ്ണാർശാല നാഗരാജ ക്ഷേത്രം ആലപ്പുഴ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മണ്ണാർശാല നാഗരാജ ക്ഷേത്രം ശിവസർപ്പമായ വാസുകിയും നാഗയക്ഷിയുമാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ആറ്റുകാലിലെ മുല്ലയ്ക്കൽ തറവാട്ടുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ ക്ഷേത്രം തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു. ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം എറണാകുളം നഗരത്തിന് സമീപമായി സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഭഗവതി ക്ഷേത്രം. ജഗദീശ്വരിയായ ആദിപരാശക്തിയാണ് ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ. മഹാവിഷ്ണുവിനോടൊപ്പം പ്രതിഷ്ഠിച്ചിരിക്കുന്നതിനാൽ ലക്ഷ്മി നാരായണ സങ്കല്പത്തിന് ഇവിടെ വളരെ പ്രാധാന്യമാണ്. വൈക്കം മഹാദേവ ക്ഷേത്രം കോട്ടയം ജില്ലയിലെ വൈക്കം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ടതും പുരാതനവുമായ ശിവക്ഷേത്രം. കണ്ണൂർ രാജരാജേശ്വര ക്ഷേത്രം കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ മഹാശിവക്ഷേത്രമാണ് രാജരാജേശ്വര ക്ഷേത്രം. തിരുമന്താംകുന്ന് ഭഗവതി ക്ഷേത്രം കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയ്ക്ക് സമീപം അങ്ങാടിപ്പുറം എന്ന സ്ഥലത്തുള്ള പുരാതനവും പ്രസിദ്ധവുമായ ഭഗവതി ക്ഷേത്രം. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ലോകപ്രശസ്തമായ ഇവിടുത്തെ പാൽപ്പായസം വളരെ പ്രസിദ്ധമാണ്. ചെട്ടിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കരയ്ക്കടുത്ത് ചെട്ടിക്കുളങ്ങരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഭദ്രകാളി ക്ഷേത്രം. പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രം കണ്ണൂർ ജില്ലയിൽ വളപട്ടണം പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രം. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഗണപതി ക്ഷേത്രം. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രം. പ്രധാന പ്രതിഷ്ഠ പരമശിവനാണെങ്കിലും പെരുന്തച്ചൻ പ്രതിഷ്ഠിച്ച ഗണപതിക്കാണ് ഇവിടെ പ്രാധാന്യം. പ്രശസ്തമായ ഉണ്ണിയപ്പം ഇവിടുത്തെ പ്രധാന വഴിപാട്. കൊട്ടിയൂർ ക്ഷേത്രം കണ്ണൂർ ജില്ലയിലെ സഹ്യപർവ്വത താഴ്വരയിൽ ബാവലിപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതന ശിവക്ഷേത്രം. സ്ഥിരമായ നിർമ്മിതികളില്ലാത്ത ഇവിടുത്തെ അക്കരെ കൊട്ടിയൂർ ക്ഷേത്രം വർഷത്തിൽ 28 ദിവസം മാത്രം തുറക്കുന്നു. ആലത്തിയൂർ ശ്രീ ഹനുമാൻ സ്വാമി ക്ഷേത്രം കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ തിരൂരിനടുത്ത് ആലത്തിയൂർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ആലത്തിയൂർ പെരുന്തൃക്കോവിൽ ശ്രീരാമ ഹനുമാൻ ക്ഷേത്രം. ശ്രീരാമനാണ് പ്രധാന പ്രതിഷ്ഠ എങ്കിലും ഹനുമാൻ ക്ഷേത്രം എന്നാണ് ഈ പുണ്യസ്ഥലം അറിയപ്പെടുന്നത്. മമ്മിയൂർ മഹാദേവ ക്ഷേത്രം ഗുരുവായൂരിനടുത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ പുരാതന ശിവക്ഷേത്രമാണ്. ശിവനാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. ഇടുക്കി മംഗളാദേവി ക്ഷേത്രം കേരളത്തിൽ ഇടുക്കി ജില്ലയിൽ കുമളിയിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ ഉള്ളിലായി പെരിയാർ കടുവ സങ്കേതത്തിനുള്ളിലെ നിബിഡ വനത്തിലാണ് ചരിത്രപ്രസിദ്ധമായ മംഗളാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കണ്ണകി അഥവാ മംഗളദായിനിയായ ഭദ്രകാളിയുടെ സങ്കല്പത്തിലാണ് അറിയപ്പെടുന്നത്. വർഷത്തിൽ ഒരു ദിവസം മാത്രം, അതായത് ചിത്ര പൗർണമി നാളിൽ മാത്രമാണ് ഭക്തർക്ക് ഇവിടെ പ്രവേശനം അനുവദിക്കുന്നത്. കൽപ്പാത്തി വിശ്വനാഥ സ്വാമി ക്ഷേത്രം പാലക്കാട് ജില്ലയിൽ കൽപ്പാത്തി ഗ്രാമത്തിൽ ഭാരതപ്പുഴയുടെ പോഷക നദിയായ കൽപ്പാത്തിപ്പുഴയുടെ കരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അറിയപ്പെടുന്ന ശിവപാർവതി ക്ഷേത്രമാണ് കൽപ്പാത്തി വിശ്വനാഥ സ്വാമി ക്ഷേത്രം. തളി മഹാശിവക്ഷേത്രം കോഴിക്കോട് നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന 14-ാം നൂറ്റാണ്ടിലെ തളി ശിവക്ഷേത്രം സാമൂതിരിമാരുടെ കാലത്തെ പ്രധാന ആരാധനാലയമാണ്. പരശുരാമൻ പ്രതിഷ്ഠിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്ന ജ്യോതിർലിംഗമാണ് പ്രധാന പ്രതിഷ്ഠ. വയനാട് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം വയനാട് ജില്ലയിലെ ബ്രഹ്മഗിരി മലനിരകളുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു വൈഷ്ണവ ക്ഷേത്രമാണ് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം. തെക്കൻ കാശി എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രം മഹാവിഷ്ണുവിനാണ് സങ്കല്പിച്ചിരിക്കുന്നത്. അനന്തപുര തടാകക്ഷേത്രം
കാസർഗോഡ് ജില്ലയിൽ കുമ്പളയിൽ നിന്ന് 5 കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന അനന്തപുര തടാകക്ഷേത്രം കേരളത്തിലെ ഏക തടാകക്ഷേത്രമാണ്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമായി ഈ ക്ഷേത്രം കരുതപ്പെടുന്നു. അനന്തശയന ഭാവത്തിലുള്ള മഹാവിഷ്ണുവാണ് പ്രതിഷ്ഠ.